എന്റെ കലിപ്പൻ. രചന ഫർസാന ഫർസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നീ കാന്താരി ആഷിക്കൊക്കെ വിളിച്ചു. ഇവളെ റിനു. ഹായ് റിനു. ഹായ്. അവള് പിണക്കത്തിലേക്ക. ഞാൻ മുഖം വീർപ്പിച്ച് പറഞ്ഞു. ആര്? നമ്മുടെ റിനുവോ? എന്നോട് ആരും മിണ്ടാൻ വരണ്ട, എന്നെ കൂട്ടാതെ പോയിട്ട്. ഞാൻ പിണങ്ങി. ഞാനില്ലല്ലോ, ഞാൻ അറിഞ്ഞും കൂടിയില്ല മോളെ, ഈ റയ്യാനയാ. ആരും പറഞ്ഞു. എന്നോടൊന്നും പറയണ്ട മോളെ, സോറിഡി. ഇത്ത മനഃപൂർവ്വം അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? ഇത്ത ചോദിച്ചു. ഇത്തൊന്നും മിണ്ടണ്ട. ഇത്തക്കറിയില്ലേ ഞാൻ പൊതി അന്വേഷിച്ച് പോയതാണെന്ന്. ഒരു പൊതി, എന്നിട്ടോ എനിക്കൊന്നും കിട്ടിയതുമില്ല. അനു ചിരിച്ചു. ചിരിച്ചിരിച്ചോ, എല്ലാവരും ബിരിയാണി ഏറ്റിയല്ലേ. അപ്പൊ ബിരിയാണി ഇട്ടത് സങ്കടമാണോ നിനക്ക്? ഉഫ്, ഒന്ന് പോയി തരുമോ? അയ്യോ ഇത്താടെ മോളെ, നിന്നെ പൊതിയെടുക്കാൻ പറഞ്ഞയച്ചു. പിന്നെ ഐഷ അത് കൊണ്ടുവന്നു തന്നു. ഞങ്ങൾ കരുതി നീ കൊടുത്തയച്ചാണെന്ന്. പിന്നെ നിന്നെ അന്വേഷിച്ച് ആരും കുറേ നടന്നു. പിന്നെ ഞങ്ങൾ കരുതി എളാപ്പാൻ്റെ കൂടെ പോയിട്ടുണ്ടാവുന്നു. അവിടെ എത്തിയപ്പോഴറിഞ്ഞ്. ഞങ്ങൾ ഒരുങ്ങുമ്പോഴേക്കും ഇവിടെയൊന്ന് ഒരുക്ക്. ഇത്ത പറഞ്ഞു. ആഷിഖാന്റെ പെണ്ണിന്റെ പേര് ഉസ്ന എന്നാണ്. ഞാൻ അവളെ കൊണ്ടുപോയി ഒരുക്കി. ഒരു വയലറ്റ് നിറത്തിലുള്ള ഫ്രോക്കാണ് നൈറ്റ് ഫംഗ്ഷൻ അവൾക്കുള്ളത്. ഞാൻ അവളെ ഒരുക്കി. അതിനോടൊപ്പം അവളോട് കമ്പനിയായി. റിനു, നിനക്ക് ഒരുക്കാനൊക്കെ അറിയാലോ. ഞാനിപ്പോ കുറച്ച് സുന്ദരിയായി, അവൾ പറഞ്ഞു. ഇത്ത ആദ്യം സുന്ദരിയാണല്ലോ. ഇത്താൻ ഒരുക്കിയതിന് ശേഷം ഞാനും മേക്കപ്പ് ചെയ്തു. അയ്യോ എന്റെ പൊന്നറിയാ, മേക്കപ്പ് കൂടി ചെയ്ത് ഞങ്ങളുടെ വില കളയരുത്, അല്ലെങ്കിലേ ചെക്കന്മാർ മുഴുവൻ നിന്റെ പിന്നാലെയാ. സുബി കളിയാക്കി. നിനക്കിപ്പോഴും ഞങ്ങളോട് ദേഷ്യമാണോ? എനിക്കാരോടും ദേഷ്യമൊന്നുമില്ല. ഞാനില്ലാത്ത യാത്ര നിങ്ങൾക്ക് സുഖമായിട്ടുണ്ടാവും അല്ലേ? എൻ്റെ പൊന്നു റിയാജ്, അങ്ങനെയൊന്നും പറയല്ലേ. യാത്ര പക്കാ ബോറായിരുന്നടി, ശരിക്കും മരണച്ചടങ്ങിന് പോകുന്ന പോലെ. ചുമ്മാ നിങ്ങളൊക്കെ അടിച്ചു വിളിച്ചിട്ടുണ്ടാവും. വേണേ നിന്റെ ഉമ്മീനോട് ചോദിക്ക്, നിന്റെ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? അവൾ ചോദിച്ചു. അതൊക്കെയുണ്ട് മോളെ. പറ. വലിയ കഥയാ, പിന്നെ പറയാം. ഇപ്പൊ പറ പ്ലീസ്. നോ മോളെ നോ. ഓ ജാട. അതെടി ജാടയാ. ഞാൻ ചുറ്റും നോക്കി. സാറെവിടെ? കാണാനില്ലല്ലോ. ഡി, ഞാൻ ആരെയാ നോക്കുന്നേ? സാറിനെയാടി, ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ആ ബസ് വന്നു, എല്ലാരും കയറിക്കോളി. ബസ്സിലാണ് ഓഡിറ്റോറിയത്തിലേക്ക് പോകുന്നത്. നിനക്കിപ്പോ ബൈക്കേ പറ്റുള്ളൂ എന്നുണ്ടോ? അതെ, സാറുണ്ടെങ്കിൽ കൂടെ പോവായിരുന്നു, അതാ നല്ലത്. ഓഹോ, അങ്ങനെയൊക്കെ ആയോ? യാ ആയി. അല്ല മക്കളെ, എത്ര ചെക്കന്മാര് വായി നോക്കി നിങ്ങള്? ഞങ്ങളോ? നിങ്ങൾ തന്നെ. ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യോ? അച്ചടാ, എനിക്ക് നിങ്ങൾ അറിയാത്താണല്ലോ. രണ്ടോ? അത്രേ ഉള്ളൂ? നീലല്ലോ? അല്ല. പ്രപ്പോസൽ വന്നോ? വീട്ടിൽ നിന്ന് വന്ന ഒരുക്കായിരുന്നല്ലോ രണ്ടും. അനുവിന് വന്നു. എന്നിട്ട് കാര്യമായിട്ടൊന്നുമില്ല. നീ മിണ്ടല്ലേ ചാരു, നീ പറ. ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ തേരാപാരം നടക്കുകയായിരുന്നേ, നീയില്ലാതെ ചടപ്പും. എല്ലാവരും ഉസ്നത്താനും ഒരിക്കുന്ന തിരക്കിലായിരുന്നു. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. ഹായ്, നിങ്ങൾ ചെക്കൻ്റെ ആൾക്കാരാണോ? ചെക്കൻ്റെ ആരാ? ഞാൻ പെങ്ങള്, ഇവള് കസിൻ. പിന്നെ അയാൾ ഓരോന്ന് ചോദിക്കാൻ തുടങ്ങി. അപ്പോഴേ ഞങ്ങൾക്ക് അസുഖം പിടികിട്ടി. പക്ഷെ ആരെയാണ് നോക്കുന്നതെന്ന് മനസ്സിലായില്ല. പിന്നെ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഞങ്ങൾ തന്നെ നോക്കി നിൽക്കുക. പോകാൻ നേരത്തെ അയാൾ അനുവിൻ്റെ ഒരു പേപ്പർ എടുത്തു. അനു അത് വാങ്ങിയില്ല. വാങ്ങിക്കൂടായിരുന്നു അനു? അതിനുള്ളിൽ എന്തായിരിക്കും? എനിക്കിതൊക്കെ മിസ്സായി. ഞാൻ സങ്കടപ്പെട്ടു. അതിലയാളുടെ ഫോൺ നമ്പർ മാത്രമേ ഉള്ളൂ. അത് വാങ്ങിക്കൂടായിരുന്നോ? നമുക്ക് ചാറ്റ് ചെയ്യായിരുന്നല്ലോ. നീ നിന്റെ സാറിനോട് ചാറ്റ് ചെയ്താൽ മതി, നമ്മളൊന്നുമില്ലേ. ബസ് വന്നു, കയറാൻ നോക്ക്. വാ നമുക്ക് പോവാം. പൊളിക്കാം. 10 മിനിറ്റിൽ അവിടെ എത്തും. കയറുന്ന താമസമേ ഉള്ളൂ. വാ കയറ്. നിന്റെ സാറിനോ നോക്കണേ. എന്നറിയാം എവിടെ പോയി? ഇപ്പോൾ സാറിനെ പറ്റൂ. നിങ്ങൾ കൂട്ടാൻ പോയപ്പോൾ അയാളിൽ എന്നെ കൊണ്ടുപോയത്. എന്നിട്ട് അയാൾക്ക് വഴി തെറ്റിയില്ലേ? നിങ്ങൾ തല്ലൂടാ കയറുന്നുണ്ടോ ശാലു റിനു? ഫൈറ്റ് സീനൊന്നും ഞാൻ വീട്ടിൽ പറഞ്ഞിരുന്നില്ല. പിന്നെ അത് മതിയാവുമല്ലോ. വഴി തെറ്റിയാണെന്നാണ് പറഞ്ഞ് സാറ് പറയേണ്ടെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ബസ്സിൽ കയറി. ജസ്റ്റ് ഒന്ന് സംസാരിച്ചപ്പോഴേക്കും അവിടെ എത്തി. വലിയ ഓഡിറ്റോറിയമാണ്. അത്യാവശ്യം എല്ലാ സൗകര്യമുണ്ട്. 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ഓപ്പണിംഗ് ഗ്രൂപ്പും ഗാനമേളയും എല്ലാം ഉണ്ട്. പിന്നെ ഒരു സർപ്രൈസ് എന്താണെന്നല്ലേ പറയാം. ഡി, എന്താ റിച്ചു? പാവം, നിനക്ക് കല്യാണ പെണ്ണിന്റെ വീട്ടിലേക്ക് വരാൻ പറ്റില്ലല്ലോ. അതിനെന്താ? അവിടെ എന്തൊക്കെയായിരുന്നു എന്നറിയോ? പല ഐസ്ക്രീം, സ്ട്രോബെറി, പിന്നെ പുഡിങ്, ജ്യൂസ്. അവൻ പറഞ്ഞപ്പോൾ എൻ്റെ വായിൽ വെള്ളം മുറി. വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. അതൊക്കെ ഇവിടെ ഉണ്ടല്ലോ. പിന്നെ സാറ് എനിക്ക് ജ്യൂസ് ഐസ്ക്രീം ഒക്കെ വാങ്ങി തന്നു. പിന്നെ പോകുന്നതാണ്. ഞാൻ ചിരിച്ചു. പുറകോട്ട് തിരിഞ്ഞപ്പോൾ സാർ എന്നെ തന്നെ നോക്കി നിൽക്കുന്നു. സാറ് പിങ്ക് കളർ ഷർട്ടും കസവും കൊണ്ടുമാണ്. എന്തായെന്ന അർത്ഥത്തിൽ ഞാൻ പുരികം പൊക്കി കാണിച്ചു. ഒന്നുമില്ലെന്ന് സാറ് വാങ്ങി കാണിച്ചെൻ്റെ അടുത്തേക്ക് വന്നു. അല്ല, നീ കുറച്ച് സൗന്ദര്യം വെച്ചോ? മേക്കപ്പ് ആണല്ലേ? മേക്കപ്പ് ഒന്നുമല്ല, നാച്ചുറലാ. ആണോ? എടി പൊട്ടി, നിന്നെ ആ മഴയത്ത് നനഞ്ഞു കണ്ടല്ലേ? കുറച്ചല്ലേ ഇട്ടുള്ളൂ. സത്യം പറയട്ടെ, മേക്കപ്പ് ഒരു ഒളിച്ചോട്ടോ? യാഥാർത്ഥ്യം മറക്കാനുള്ള ഒരു തന്ത്രം. എനിക്ക് മേക്കപ്പ് ഇന്നലെ ഇഷ്ടമല്ല. ഓഹോ, നിനക്ക് മേക്കപ്പ് ചെയ്യാതെയാണല്ലോ കൂടുതൽ ഭംഗി. ശരിക്കും? ആടി. ഞാൻ പിന്നെ അവിടെ നിന്നില്ല. വാഷുകൾ പോയി മുഖം നന്നായി കഴുകി. ഡി, നീ എന്തിനാ ചെയ്യുന്നേ? മേക്കപ്പ് കളയുവാ? ആന്തി ചെക്കന്മാർ നോക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്. ചെക്കന്മാരെന്നെ നാച്ചുറലായിട്ട് കണ്ടോട്ടെ. നിനക്ക് വട്ടാ.
അനു നീ ഇവിടെ നിൽക്കുകയാണോ? നിന്റെ കാക്കാന്റെ കല്യാണമല്ലേ, എന്നിട്ട് നീ ഇവിടെ വന്ന് നിൽക്കുകയാണോ? പിന്നെ ഞാൻ ചാടിക്കളിക്കണോ? വേണേ ചാടിക്കോ. റീനു നിന്റെ സാറും പിങ്ക് ഷർട്ടാണ് ഇട്ടിട്ടുള്ളത്, നിങ്ങൾ ഒപ്പിച്ചെടുത്താണോ? അതിന് ഞാനും ആലോചിച്ച് സാറെങ്ങനെയാ? അയ്യോടി കുട്ടിയുടെ പൂതി പോടി, ആ ഡ്രസ് കോഡാവും. ആഷിക്കിന്റെ ഫ്രണ്ട്സെല്ലാം അങ്ങനെ തന്നെയാണ് വിട്ടത്. സത്യം പറയുന്നു, നിനക്കിപ്പോൾ കുറച്ച് ഇളക്കം കൂടിയിട്ടുണ്ടല്ലോ. നമ്മൾ ഉസ്നത്താൻ്റെ വീട്ടിലേക്ക് പോകാൻ പ്രശ്നമൊന്നുമില്ലായിരുന്നു. പിന്നെ നീയും സാറൊപ്പം പോയതിനു ശേഷം എന്തോ ഉണ്ട്, നീ പറയാ നിന്നെ വിടൂല. പിന്നെ ഞാനെല്ലാം പറഞ്ഞു. അല്ലെങ്കിലും അവരോട് പറയാൻ കരുതിയതാ. ആഹാ അങ്ങനെയൊക്കെ നടന്നു, കൊള്ളാലോ സാറ്. അവർക്ക് അങ്ങനെ തന്നെ വേണം, ദ്രോഹി. അഫ്സലിക്ക് കുറച്ചു നേരം വൈകിയിരുന്നെങ്കിൽ ആലോചിക്കാനേ വയ്യ. ശരിയാ മോളെ, നിനക്ക് ഭാഗ്യമുണ്ട്, നല്ല സാറാ. അല്ല എന്നിട്ട് നിങ്ങൾ തമ്മിൽ പ്രശ്നം സോൾവ് ആയില്ലേ? പിന്നില്ലാതെ ഞങ്ങൾ ഫ്രണ്ട്സായി. ഫ്രണ്ട്സ് മാത്രം അതോ? ഓടി അങ്ങനെയൊന്നുമില്ല. അയ്യോ സത്യം പറ, ചെറിയ ഇഷ്ടം തോന്നിയില്ലേ? ചെറുതായിട്ട്. വരട്ടെ മോളെ, അങ്ങനെ പ്രണയൊന്നുമില്ല, എന്തോ ചെറിയൊരു ഇഷ്ടം. ഓ കൗതുകമായിരിക്കില്ലേ? അതെന്നെ കൗതുകം. നീ ഞങ്ങൾക്കറിയാടി, നമുക്ക് നോക്കാം. ഇന്ന് രാത്രി മുഴുവൻ ഉണ്ടല്ലോ. എന്ത് നോക്കാൻ? പറയാം മോള് വാ. ഗസ്റ്റൊക്കെ വരാൻ തുടങ്ങി. ഓഡിറ്റോറിയം നിറഞ്ഞു. ഒപ്പനമേളം തുടങ്ങി. ആകെ ബഹളം. എല്ലാവരും മണവാട്ടിയെ കാത്തു നിൽക്കുകയാണ്. മണവാട്ടിയെ കൊണ്ടുവരുന്നത് ഞങ്ങളാണ്, കൂടെ ചിന്ന ഡാൻസും. ആ സർപ്രൈസ് എന്ന് പറഞ്ഞ് ഞാനും ശാലുവാനുവും പിന്നെ ഐഷയും. ഐഷയെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലല്ലേ, ഓൾ അനുവിൻ്റെ അമ്മായിയുടെ മോളാ. ഞങ്ങളിവിടെ വന്നേ പ്രാക്ടീസ് ചെയ്തിരുന്നു. സ്റ്റേജിൽ കൊണ്ടുവരാനുള്ള ഡാൻസ്. പിന്നെ നിങ്ങളോട് പറയാത്ത സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയാ. ഡാൻസ് തുടങ്ങി. ഞാൻ സാറിനെ നോക്കി. സാറ് സൂപ്പർ എന്ന് ആംഗ്യം കാണിച്ചപ്പോൾ എനിക്ക് ഹരം കൂടി. മണവാട്ടിയെ സ്റ്റേജിൽ കൊണ്ടാക്കി. പിന്നെ ഒപ്പനയായി. റിനു നീ ആങ്കർ ആവൂടി? ആഷിക ചോദിച്ചു. എന്താ ആഷിക നിങ്ങൾ പറയുന്നത്? ആങ്കർ ഞാനോ? ഞാനൊരാളെ അറേഞ്ച് ചെയ്തിരുന്നു, അയാൾക്ക് വരാൻ പറ്റില്ലെന്ന്. അതിന് നീ അത്യാവശ്യം സംസാരിക്കൂലേ, അത് മതി. ഇത്രയും ആളുകളുണ്ടാകുമ്പോഴോ? ഇത്രയും ആൾക്കാരുടെ മുമ്പിലല്ലേ നീ ഡാൻസ് കളിച്ച്? ഡാൻസ് പോലെയാണോ ഇത്? സംസാരിക്കണ്ടേ? എന്താ സംസാരിക്കുക? അത് ഇജ്ജ് പേടിക്കണ്ട, അണക്ക് കമ്പനിക്ക് ഒരാളുണ്ട്, അവൻ പറഞ്ഞോളൂ, നീ ജസ്റ്റ് കൂട്ടുന്നു കൊടുത്താൽ മതി. ആര്? അഫ്സൽ. സാറോ? സാറേ അങ്ങനെയൊക്കെ ചെയ്യോ? നിന്റെ തീരുമാനം പറ. ഉമ്മി സമ്മതിക്കൂല ആഷിക്ക. ശരിയാ, അമ്മായി കൂടെ സ്ട്രിക്റ്റ് അഫ്സലേ, എന്താ ചെയ്യാ? ഞാൻ ശരിയായിക്കോളാം. റിയ നിന്റെ ഉമ്മയുടെ? ഉമ്മി അവിടെ ഉണ്ടാവും. വാ പോവാ. നിന്റെ ഉമ്മ നല്ല ചൂടാണോ? അത്യാവശ്യം. അസ്സലാമലൈക്കും ഉമ്മ. വാലൈക്കും അസ്സലാം. ഞാൻ ആഷിക്കിന്റെ ഫ്രണ്ടാ, പിന്നെ റിയയുടെ സാറും. ഇയാളും തന്നെ പെണ്ണി ചോദിക്കുകയാണോ? കാര്യം പറഞ്ഞൂടെ? ഞാൻ മനസ്സിൽ പറഞ്ഞു. ഞങ്ങൾ ജസ്റ്റ് പ്രോഗ്രാമിന് എല്ലാവരും ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആങ്കറെ ഏൽപ്പിച്ചിരുന്നു. അയാൾക്ക് വരാൻ സാധിച്ചില്ല. അപ്പൊ ഇവളെ ആങ്കർ ആക്കിയാലോന്നാ ഞങ്ങള്. ഇവളെയോ? എൻ്റെ മോനെ, എന്തിനാ വെറുതെ? ഉമ്മ വൻ ചിരി. ഉമ്മിക്കറിയാം, നാലാൾക്കാരെ കാണുമ്പോഴേ എൻ്റെ കൈയും കാലും വിറക്കുന്നു. പിന്നെ ഡാൻസ്, അത് സാറുണ്ടായതുകൊണ്ട് സ്റ്റെപ്പ് തെറ്റിയില്ല. നിങ്ങൾ വിചാരിച്ച പോലെയുള്ള കുട്ടിയല്ല ഞാൻ. ഉമ്മിയുടെ ചിരിയാണ്ട് സാറിൻ്റെ കിളി പോയിരിക്കുക. നിന്റെ ഉമ്മാക്ക് നിന്നെ പറ്റി നല്ല പ്രതീക്ഷയാണല്ലോ, സാറ് മെല്ലെ പറഞ്ഞു. ഉമ്മ പേടിക്കണ്ട, ഫുൾ ഉത്തരവാദിത്വം ഓൾക്ക് കൊടുക്കൂല, ഞാനുണ്ട്. അതാ നല്ലത്, അധികം ഓളെ കൊണ്ട് സംസാരിപ്പിക്കണ്ട. ഉന്മേഷം കിട്ടിയാലേ ഓള് നിർത്തൂല. ഉമ്മിക്ക് ഞാൻ തരാം, ഞാൻ മനസ്സിൽ പറഞ്ഞു. ഇങ്ങനെ ഉമ്മ എനിക്ക് മാത്രമേ ഉള്ളൂ, സാർ എന്നെ കുറിച്ച് എന്ത് കരുതിയിട്ടുണ്ടാവും? ഫംഗ്ഷൻ തുടങ്ങി. അധികവും സാറാണ് പറഞ്ഞു. ഞാൻ എനിക്കൊന്ന് മൂളി കൊടുക്കും. റിയ ഇനി നീ പറ. ഞാനോ സർ? ജസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ ഉള്ളൂ, ഇതും കൂടി പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ മോശമായിട്ടോ. എങ്ങനെ തുടങ്ങുന്നൊരു എത്തും പിടിയുമില്ല. എത്ര സംസാരിക്കുന്ന ആൾക്കാരാണെങ്കിലും കുറെ ആൾക്കാരുടെ മുമ്പിൽ പറയാനുള്ള ധൈര്യം ഉണ്ടാവില്ല. എനിക്ക് ഒട്ടുമില്ലാത്ത സംഗതിയാണ്. സാറ് ഫുൾ കോൺഫിഡൻസ് തന്നു. ഡിയേഴ്സ്, നമ്മുടെ നവദമ്പതികൾക്കൊരു പണിയെടുത്താലോ? ഞാൻ മൈക്കിലൂടെ ചോദിച്ചു. അയ്യോ പേടിക്കണ്ട, കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ്, തെറ്റിയാൽ പണിഷ്മെന്റ്. പണിഷ്മെന്റോ? അതെ, നിങ്ങൾ റെഡിയാണോ? നിങ്ങൾക്കും ചോദിക്കാനുള്ള അവസരമുണ്ട്. ചോദിക്കട്ടെ. ഫസ്റ്റ് മിസ്സിസ് ആഷിക്കിനോടാണ്. ആഷിക്കിന്റെ ഫേവറേറ്റ് ഫുഡ്? കുഴിമന്തി. നെക്സ്റ്റ്, ഇത്തയുടെ ഫേവറേറ്റ് കളർ? പിങ്ക്. അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അവർക്ക് കുറെ പണിഷ്മെന്റ് കൊടുത്തു. ചെക്കന്മാരുടെ ഭാഗം കുറച്ച് പണിയുണ്ടായിരുന്നു. അതിന്റെ ക്ഷീണത്തിലാണ് ആഷിഖ് ഹുസ്നെത്തിയും ഞാൻ മെല്ലെ അവിടുന്ന് മുങ്ങി. ഫുഡ് ടൈം ആയി. ഞങ്ങൾ ഫുഡ് കഴിക്കുന്നതിനിടയിൽ അനു പറഞ്ഞു, എന്റെ പൊന്നറിയ നിനക്ക് കിട്ടുന്നില്ലല്ലോ, നീ ആങ്കർ ആവുകയായിരുന്നില്ലേ? ഞാൻ ഹാപ്പിയാ മോളെ. എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്? ഉഷാറായിട്ടുണ്ട്. ഞാനല്ലേ? എന്നിട്ട് കെമിസ്ട്രി വർക്കൗട്ട് ആയോ? കെമിസ്ട്രിയോ? ആ നീയും സാറും. നീയല്ലേ പ്രണയം കണ്ടെത്താന്നൊക്കെ പറഞ്ഞേ? എവിടെ? എനിക്ക് തോന്നിയൊന്നുമില്ല. നമ്മുടെ പ്രണയം കാണുമ്പോഴേ നമ്മുടെ ഹൃദയം ഇടിച്ചുകൊണ്ടിരിക്കും. ഇടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇടി, കണ്ണു വിടക്കും. നമ്മുടെ ചുറ്റും തണുത്ത വലയുണ്ടാവും. നിനക്കിതൊക്കെ എങ്ങനെ അറിയാം? എനിക്കറിയുന്നില്ല, വെറുതെ പറഞ്ഞൊപ്പിച്ച. അയ്യേ ദാരിദ്ര്യം, മിണ്ടാതിരി, ഞാൻ കണ്ടുപിടിച്ചോളാം എൻ്റെ പ്രണയം. ഫുഡ് കഴിച്ചിറങ്ങി. പിന്നെ ഒരു ഭാഗത്തിരുന്നു. അവരെന്നെ സ്റ്റേജിലേക്ക് വിട്ടില്ല. എനിക്ക് പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ബടായി പറഞ്ഞ് വായി നോക്കിയിരുന്നു. ആഷിഖ് ഹുസ്നത്തെയും കേക്ക് മുറിച്ചു. പിന്നെ ചെക്കന്മാരുടെ അടാറ് ഡാൻസും. സാറുണ്ടായിരുന്നു കൂട്ടത്തിൽ. ഗാനമേള തുടങ്ങി. എല്ലാവരും ചാടി കളിക്കുകയാണ്. നമുക്ക് ചാടി കളിക്കാം, അവന് പറഞ്ഞു. റിയ നിനക്ക് വട്ടാണോ? മിണ്ടായിരുന്നേ, ശാലു പറഞ്ഞു.
ഞാൻ മെല്ലെ അവിടുന്ന് എസ്കേപ്പായി. ഞാനൊരു ചുമരും ചാരി ഡാൻസ് കണ്ട് നിന്നു. ഒച്ച ഉണ്ടാക്കില്ലേ? ഞാനാ സാറായിരുന്നു അത്. പേടിച്ചു പോയി. പേടിച്ചോ? നോട്ടെ. സാറിന്റെ അടുത്തേക്ക് വന്നു. എന്റെ ഹൃദയം ഇടിക്കാൻ തുടങ്ങി. ബാഗിലേക്ക് പോകാൻ ക്യാപ്പില്ല. സാറ് കൈകൾ ചുമരിൽ വെച്ച് എന്നെ ലോക്കാക്കി. ഇയാളിത് എന്ത് ചെയ്യുക? മുഖം അടുത്തേക്ക് കൊണ്ടുവന്നു. എന്റെ മേനിയാകെ വിയർത്തു. ഇപ്പൊ പേടിയുണ്ടോ? സാർ. സാറിന്റെ അടുത്ത് മാറി. നിന്റെ ആങ്കറിങ് നന്നായിരുന്നു കേട്ടോ. ഇത്രക്കൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഭാവിയുണ്ട് സാറിന്. ശരിയെന്നാ. സാറ് പോകുന്ന നോക്കിയാൽ നിന്നു. പരിപാടി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴേക്കും 12 മണി കഴിഞ്ഞിരുന്നു. അനുവും ഷാനും പെണ്ണ് കണ്ടപ്പോഴേക്കും ശവങ്ങളായി. എനിക്കാണെങ്കിൽ ഉറക്കം വന്നില്ല. തിരിഞ്ഞു മറിഞ്ഞും കിടന്നു. ഉറക്കം വരാത്തതുകൊണ്ട് തന്നെ ഞാൻ അനുവിന്റെ ഫോൺ എടുത്തു. പിന്നെ ഫോട്ടോസൊക്കെ നോക്കി. വാട്സാപ്പിൽ സ്റ്റാറ്റസ് നോക്കി. ഫുൾ കല്യാണ ഫോട്ടോസാണ്. പെട്ടെന്നാണ് നമ്മുടെ സാറിന്റെ സ്റ്റാറ്റസ് കണ്ടത്. സാറങ്ങനെ കുറേയൊന്നും വെച്ചിട്ടില്ല. 4 പിക്സ് മാത്രം. ഞാനത് കുറേ നോക്കി നിന്നു. സാർ ഓൺലൈനിലുണ്ടോ എന്ന് നോക്കാം. കോണ്ടാക്ട് ലിസ്റ്റിൽ സാറിനെ നോക്കിയെടുത്തു. ഓൺലൈൻ. മെസ്സേജ് അയച്ചാലോ? അയക്കാം. ഹായ്, കണ്ടല്ലോ. എന്താ റിപ്ലൈ തരാത്തെ? ഇനി ബിസി ആയിരിക്കുമോ? ഒന്നുകൂടെ അയക്കാം. ഹലോ. എന്തായാലും ഈ നേരത്ത് ഉറങ്ങാനായില്ലേ? അനുവല്ല, റീനു. നിനക്കെന്താ ഉറക്കമല്ലേ? ഉറക്കം വരുന്നില്ല. സാറെന്താ ഉറങ്ങാത്തേ? എനിക്ക് ഉറക്കം വരുന്നില്ല. ഓ, സാർ നാളെ പോവാം മലപ്പുറത്തേക്ക്? പിന്നെ പോർഷൻസ് കുറച്ച് കംപ്ലീറ്റ് ആക്കാനുണ്ട്. നിങ്ങളില്ലാത്തതുകൊണ്ട് അവർക്ക് സുഖമായിട്ടുണ്ടാവും. അതെന്താ അത്രയ്ക്ക് ബോറാണ് എൻ്റെ ക്ലാസ്? അങ്ങനെയല്ല, സാർ നല്ല സ്ട്രിക്റ്റ് അല്ലേ? പിന്നെ ആവണ്ടേ? നിങ്ങളൊക്കെ നന്നാക്കണ്ടേ? കുറച്ച് ഓവറാ. കുറക്കാം. നീ നാളെ പോകൂലേ? പോകണം. എപ്പോഴാ പോകുന്നേ? രാവിലെ പോവും. എന്നാ കിടന്നു. ഇപ്പം തന്നെ കുറേ ആയി. ഞാനും പോവാ. ഫോൺ ഓഫായി കിടന്നു. എന്തൊക്കെ ആലോചിച്ച് കിടന്നുറങ്ങി. രാവിലെ പാക്കിങ്ങിന്റെ തിരക്കിലായിരുന്നു ഞാനും ശാലുവും. അനു ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. ആൾക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. എടി, ഇനി എന്നാ നമ്മൾ കാണുക? ഇനി എന്നാടി നമ്മൾ കാണുക? അറിയില്ലടാ. എത്ര പെട്ടെന്നല്ലേ ദിവസങ്ങൾ കഴിഞ്ഞ്. വെക്കേഷൻ ഇവിടെ ആട്ടോ. അത് നമ്മൾ ഉറപ്പിച്ച. പിന്നല്ല, കോഴിക്കോട് മുഴുവൻ നമുക്ക് കാണാം. പിന്നെ ഒരു യാത്രാമൊഴിയായി. വിരുന്ന് വിളിക്കുമ്പോൾ വരണം കേട്ടോ. ഉച്ചയായപ്പോഴേക്കും ഞങ്ങൾ മലപ്പുറത്തെത്തി. 5-6 ദിവസം വീട് കൂട്ടിയുകൊണ്ട് വീട് മുഴുവൻ പൊടിയും മാറാലയുമായിരുന്നു. ഇത്തയും ഉമ്മയും ക്ലീനിങ് തുടങ്ങി. ഇവർക്ക് യാതൊരു യാത്രാക്ഷീണമില്ലേ റബ്ബേ. ഇവിടെ വല്ലാതെ നിൽക്കണ്ട. എവിടുന്നാ വിളി വരികയെന്നറിയില്ല. ഞാൻ മുങ്ങാൻ തുടങ്ങിയതും. റീനു, ഇവിടെ വന്നേ. എന്താ ഉമ്മി? നീ ഇവിടുത്തെ മാറാലേക്കും തട്ടിക്കേ. ഉമ്മി, എനിക്ക് വയ്യ ഉമ്മി. ഞാനൊന്ന് കിടക്കട്ടെ. അയ്യോ, ഉമ്മീൻ്റെ കുട്ടിക്ക് വയ്യ. എന്നാ ഞാൻ ചായ എടുക്കട്ടെ? വേണമെന്നില്ല. ഉമ്മ നിർബന്ധിക്കുകയാണെങ്കിൽ ഒരു ഗ്ലാസ് പാൽ ചായ. മര്യാദയ്ക്ക് കോല് പിടിക്കടി. വീട് മുഴുവൻ പൊടി. എന്നിട്ട് അവിടെ ഒരു കിടത്തം. ഇവിടെ മുഴുവൻ തട്ട്. അപ്പൊ ചായ? ഉമ്മാന്റെ നോട്ടത്തിൽ പിന്നെ ഒന്നും ചോദിക്കാൻ പോയില്ല. നല്ല കലിപ്പാണ്. എന്തിനാ വെറുതെ? റീനു, നിനക്ക് വയ്യാത്തൊന്നുമില്ല. മടിച്ചി പെണ്ണെ. റീച്ചു കളിയാക്കി. പോടാ മടിച്ചി. പോടാ മടിച്ചി. അതിന് വീട് ക്ലീനിങ് കഴിഞ്ഞപ്പോഴേക്കും രാത്രിയായി. ശരിക്കും നടുപൊടിഞ്ഞ് ഫുഡ് കഴിച്ച് കിടന്നു. സ്കൂളിൽ പോകാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. സാറും ഞാൻ ഫ്രണ്ട്ഷിപ്പായല്ലോ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.